ഗുരുവായൂരിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ ഫലം കിട്ടണോ? അതിന് ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. അതെന്താണെന്ന് നിങ്ങൾക്കറിയാണോ? നാലമ്പലത്തിൽ ഭഗവത് ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്നത് ശരി തന്നെ. പക്ഷേ ദർശനം നടത്തുന്നവർക്ക് ഭഗവത് ചൈതന്യത്തിന്റെ പൂർണ്ണ ഗുണം ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണിത്? കാരണം അറിയണോ? പറയാം. നാലമ്പലത്തിൽ ഭഗവത് ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ഭഗവത് ചൈതന്യം വലതുവശത്തേക്ക് മാത്രമാണ് ഒഴുകുന്നത്. ഒഴുകുന്നിടത്ത് നിന്നാൽ മാത്രമാണ് ഗുണം ലഭിക്കുക. ഇടതുഭാഗത്തേക്ക് നിന്നാൽ യാതൊരു ഗുണവുമില്ല എന്ന് മനസ്സിലായില്ലേ? മാത്രവുമല്ല, വലതു ഭാഗത്ത് 5 മിനിറ്റ് നേരമെങ്കിൽ നിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണം. എന്നാലേ ഗുണമുള്ളൂ. ഇത് ഗുരുവായൂരിൽ സാധിക്കില്ല എന്നറിയാമല്ലോ. അപ്പോൾ ദർശന ഗുണം ലഭിക്കാനും ജീവിതത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കാനും എന്തു ചെയ്യണം? അറിയാൻ താല്പര്യമില്ലേ? പറയാം. ഭഗവാന്റെ വലത്തേക്ക് ഒഴുകി വരുന്ന ചൈതന്യം നാലമ്പലവും ചുറ്റമ്പലവും കടന്ന് ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് വലതുവശം ചേർന്ന് മാത്രമാണ് കടന്നു പോകുന്നത്. ക്ഷേത്രത്തിന്റെ പുറത്ത് തിരക്ക് കുറവായിരിക്കുമല്ലോ. ഇവിടെ എത്ര നേരം വേണമെങ്കിൽ നിന്ന് പ്രാർത്ഥിക്കാം. വലതുഭാഗം ഗുണം തരുന്നുണ്ടെങ്കിലും വലതുഭാഗത്ത് തന്നെ ഒരു പ്രത്യേക ഭാഗത്ത്, അതും ഒരു പ്രത്യേക കോണിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും. താങ്കളുടെ ഏത് വൈഷമ്യങ്ങൾ പരിഹരിക്കാനും ആഗ്രഹങ്ങൾ നിറവേറാനും ആ കോണും ഭാഗവും അറിഞ്ഞിരിക്കണം. അതറിയാനും അതിനെക്കുറിച്ച് പഠിക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക.